ഈ ലോകം മുഴുവൻ വളരെ ശ്രദ്ധയോടെ, ഉത്കണ്ഠയോടെ, ആകാംക്ഷയോടെ, ആശങ്കയോടെ, രോഷത്തോടെ ഒക്കെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ ഈ കടന്നാക്രമണം ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നടത്തുന്നതെന്നും അതിനുവേണ്ടി ലക്ഷ്യം വെച്ചിരിക്കുന്ന പ്രവൃത്തി മാത്രമാണിതെന്നും അമേരിക്കക്കാർക്ക് പോലും ഇതിനോട് താൽപ്പര്യമില്ലെന്ന് കമലാ ഹാരിസും മംദാനിയും സ്പെയിനും ചൈനയും റഷ്യയും ഒക്കെ അടക്കം ലോകത്തിലെ ഒരുപാട് രാജ്യങ്ങൾ തള്ളിപ്പറഞ്ഞ, സ്വന്തമായി ആക്രമിക്കപ്പെടുമ്പോഴും നിങ്ങൾ ഇറാനെ പ്രകോപിപ്പിക്കരുത്, അനാവശ്യമായി പ്രകോപിപ്പിക്കരുതെന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ സൽമാനും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങളായി ഈ വിസ്ഡം കുഞ്ഞുങ്ങൾ, മുജാഹിദ് കുഞ്ഞുങ്ങളും മജീദ് സലാഹിയും ഒക്കെ ഇപ്പോൾ ആരോ പറഞ്ഞതിൻ്റെ പേരിൽ മൗനം പാലിച്ചിട്ടുണ്ട്. എന്നാൽ വിസ്ഡം കുഞ്ഞുങ്ങൾ പലരും അങ്ങ് പൂന്ത് വിളയാടുകയാണ്. ചിലരൊക്കെ നമുക്ക് വോയിസ് ഇട്ട് തരുന്നുണ്ട്. ആ വോയിസ് എന്താണെന്നറിയോ? അത് ഈ പറയുന്നത് പോലെ പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ദീനിൻ്റെ അഹ്കാമുകളെ, അക്കീദയെ, പിന്നെ ബാക്കി എല്ലാത്തിനെയും ഈ പറഞ്ഞു കേട്ടാൽ തോന്നും ബാക്കി ഈ ഉള്ള സംഘടനക്കാരെല്ലാം ഇതെല്ലാം കാത്തു സൂക്ഷിക്കുന്നവരും ഈ പറഞ്ഞ പ്രവാചക വചനങ്ങളും അതിൻ്റെ കെലിമയുടെ അർത്ഥമുണ്ടല്ലോ, കലിമയുടെ അർത്ഥം, ആ വിശ്വാസം, ആ യക്കീൻ, ഈമാൻ, ഇതൊക്കെ സൂക്ഷിക്കുന്നവരും ഏതാണ്ട് പ്രവാചക കാലഘട്ടത്തിലെ സഹാബാക്കളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നവരുമാണ് ഇവരെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അതുകൊണ്ട് ബഹുമാന്യനായ പണ്ഡിതൻ അഷ്റഫ് അവറുകളുടെ ഒരു പ്രസംഗം കേൾക്കാനിടയായി. ആ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് രാമചന്ദ്രൻ ചെന്നിച്ചേരി എന്ന് പറയുന്ന, ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ സ്വർഗമൊന്നും കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് ആശങ്കയുള്ള, പ്രവാചകൻ്റെ അക്കീദയിൽ വരാത്ത ഒരാളിൻ്റെ ഒരു കുറിപ്പ് വായിക്കാം. കാംനെയി, പക്ഷേ ഞാൻ ആരാധകനല്ല, ഒരു മതത്തെയും അതിൻ്റെ നേതാവിനെയും ഞാൻ ആരാധിച്ചിട്ടില്ല. കാംനെയിയെ ഞാൻ ബഹുമാനിക്കുന്നു. കാരണം അയാൾ ഒരു ബാലപീഡകനായിരുന്നില്ല. അയാൾ ഒരു രാഷ്ട്രത്തിൻ്റെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടില്ല. അയാൾ ഒരു രാഷ്ട്രത്തലവനെയും കൊന്നിട്ടില്ല, ഒരു രാഷ്ട്രത്തലവനെയും ബന്ദിയാക്കിയിട്ടില്ല, ഒരു വേശ്യാശൃംഖലയുടെ മുതലാളിയുടെയും തോളിൽ കൈയിട്ടിട്ടില്ല. സ്വയം പ്രതിരോധിക്കാൻ പോലും അണുവായുധം നിർമ്മിക്കരുത്, അണുവായുധം വിവേചനമില്ലാത്ത മനുഷ്യഹത്യയാണെന്ന് രാജ്യത്തെ ജനങ്ങളെ പഠിപ്പിച്ചു. അയാൾ ശുദ്ധനായ ഒരു മതനേതാവായിരുന്നു. മതനേതാവ് മാത്രമല്ല, നട്ടെല്ലുള്ള സാമ്രാജ്യത്വ സയനിസ്റ്റ് വിരുദ്ധ പോരാളി. അണുവായുധം കയ്യിലുണ്ടായിരുന്നെങ്കിൽ ട്രംപ് മാത്രമല്ല, അവൻ്റെ അപ്പൻ പോലും ട്രൗസറിൽ മുള്ളുമായിരുന്നു. മാത്രമല്ല, ഇന്ത്യയുടെ എക്കാലത്തെയും വലിയ സുഹൃത്ത്, എണ്ണയ്ക്ക് പകരം തരാൻ ഡോളറില്ലെന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഉള്ളത് തന്നാൽ മതി എന്ന് പറഞ്ഞ ചങ്ക്, രക്തസാക്ഷിയായപ്പോൾ ഒരു അനുശോചനക്കുറിപ്പ് പോലും നമ്മുടെ രാജ്യം അയച്ചിട്ടില്ല. നന്ദികേടിന് ഇന്ത്യ എന്ന പേര് ചേരില്ല, സംഘി എന്നേ ചേരൂ. ആദരാഞ്ജലികൾ മഹാനായ കാംനെയി. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ പോസ്റ്റ് തയ്യാറാക്കിയത് ഇറാൻ അനുകൂല പോസ്റ്റുകൾ നിരീക്ഷിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് നിർദ്ദേശം നൽകിയതിന് ശേഷമാണ്. ഇത് എഴുതിയേക്കുന്നത് രാമചന്ദ്രൻ ചെന്നിച്ചേരി എന്ന് പറയുന്ന ആളാണ്, ചെന്നിച്ചേരി. ഇനി നമുക്ക് നമ്മുടെ അസ്രഫിക്കാടെ പ്രസംഗം കേൾക്കാം. വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം, കാരണം ഇത് കേട്ടോളൂ. പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. GCC രാഷ്ട്രങ്ങൾ ഭയവിഹ്വലരാണ്. ഒരൊറ്റ ദിവസം കൊണ്ടാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലും അഥവാ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിൽ വിശ്വാസിക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും ഉണ്ടാകും. അതിൽ എനിക്ക് പറയാനുള്ളത്, ഏത് സമയത്ത്, ഇപ്പോന്ന് മാത്രമല്ല ഏത് സമയത്താണെങ്കിലും മിഡിൽ ഈസ്റ്റിൽ നിന്ന് പ്രത്യേകിച്ച് GCC രാഷ്ട്രങ്ങളിലെ അവിടെയുള്ള ഇടപെടലുകൾ, അവിടെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ യുദ്ധങ്ങൾ, നിലപാടുകൾ, നയസമീപനങ്ങൾ അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾക്ക് ഉണ്ടാകേണ്ട ചില ധാരണകൾ എന്താ വെച്ചാൽ, ഒന്ന്, നമുക്ക് ലഭിക്കുന്ന വിവരം വെച്ച് നമുക്ക് നിലപാട് പറയാൻ കഴിയൂ എന്നൊരു പരിമിതി നമുക്ക് നമ്മൾ ശ്രദ്ധിക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളിലും അങ്ങനല്ല. അവിടുത്തെ കാര്യത്തിൽ മാത്രം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ചേ പറയാനൊക്കൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിലെ കാര്യങ്ങളെല്ലാം എങ്ങനെയാണ്? അത് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിലൂടെ അല്ല, നമ്മൾ നേരെ ആ കാലഘട്ടത്തിലേക്ക് പോയി അവിടെ ചെന്ന് നിന്നാണ് അനുഭവിച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് സമുദായത്തിനിടയിലെ സുന്നത്തും ബിദ്അത്തും അത് നമുക്ക് ലഭിക്കുന്നത് ഏതെങ്കിലും കിതാബുകളിൽ നിന്ന്, രേഖകളിൽ നിന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഖുർആനിൽ നിന്ന് എന്നൊക്കെ പറയുന്ന സംഗതി ആ ലഭിക്കുന്ന പരിമിതമായ അറിവ് മാത്രമാണ്. എന്നാൽ അതിൽ നമ്മൾ അഭിപ്രായം പറയുന്നതിന് മുമ്പ് എന്ത് വേണം? നേരെ ആ കാലഘട്ടത്തിലേക്ക് പോയി അവരിൽ ഒരാളായി മാറി അവിടെ നിന്ന് പഠിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവർ ബാക്കി സമുദായത്തിൻ്റെ വിഷയത്തിലെല്ലാം നിലപാട് സ്വീകരിക്കുന്നത്. അത് ഈ പറയുന്ന ഈ മുജാഹിദ് പിരിയുന്ന വിഷയത്തിൽ പോലും പുള്ളി അങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുടെ കേട്ടോ. കിട്ടുന്ന
ഡാറ്റ തെറ്റിയാൽ നമ്മുടെ നിലപാടും തെറ്റും. ആ പക്ഷെ മനസ്സിലായോ? ആ നമുക്ക് നമ്മുടെ മുമ്പിൽ എത്തുന്ന വിവരത്തിനും വാർത്തക്കും നമ്മൾ കാണുന്ന ചാനലും നമ്മൾ കാണുന്ന പത്രവും മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമേ നിലപാട് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആ പത്രങ്ങൾക്കും ആ ചാനലുകൾക്കും ആ വാർത്ത എത്തിക്കുന്നവർക്കും അതിലെന്തെങ്കിലും ഒരു പാർശ്വാലിറ്റി ഉണ്ടെങ്കിൽ, ഒരു അജണ്ട ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അല്ലാത്ത ചിത്രം നമ്മൾ കാണൂല, അല്ലാത്ത വാർത്ത നമ്മൾ അറിയില്ല, അല്ലാത്ത പ്രസ്താവനയുടെ നമുക്ക് ശ്രദ്ധയിൽപ്പെടില്ല. അവർക്കൊരു നരേറ്റീവ് ഉണ്ടാവും. ആ വാർത്ത വായിക്കുന്നവർക്കും അവതരിപ്പിക്കുന്നവർക്കും ആ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും ഈ വാർത്ത പറയുന്നതിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ തെളിവുകൾ കൊണ്ടുവരിക. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ വാർത്തകൾ കോട്ട് ചെയ്യുക. ആ ലക്ഷ്യത്തിനനുസരിച്ചായിരിക്കും അവർ രാഷ്ട്ര നായകന്മാരുടെ പ്രസംഗങ്ങളിലെയും വരികളിലെയും പ്രസ്താവനകളിലെയും കാര്യങ്ങൾ കോട്ട് ചെയ്യുക. അത് സത്യം അഷ്റഫക്ക, വളരെ സത്യമാണ്. ഈ കാംനെയി മരിച്ചു അല്ലെങ്കിൽ ബോംബിട്ടാണ് കൊല്ലപ്പെട്ടത്, അത് അമേരിക്കയും ഇസ്രയേലും ആയിരുന്നു അതിൻ്റെ പിന്നിലെന്നൊക്കെ പറയുന്നത് ചാനലുകാർക്കൊക്കെ ഒരുപാട് താല്പര്യം കാണും. യഥാർത്ഥത്തിൽ അങ്ങനല്ല. പുള്ളി യഥാർത്ഥത്തിൽ സുബഹി കഴിഞ്ഞ് കടയിൽ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയിട്ട് അവിടെ വെച്ച് പുള്ളി അവിടെ ഇരുന്ന ഒരാളുമായിട്ട് മസല പറഞ്ഞ് തർക്കിച്ചപ്പം അവിടെ ഇരുന്നൊരു വിറകെടുത്ത് പുള്ളിയുടെ തലയ്ക്കൊരടി കൊടുത്തു. അങ്ങനെ പുള്ളി മരിച്ചത്. ബാക്കി ഈ ചാനലുകാരും നാട്ടുകാരും ഈ പറയുന്ന കടന്നുകയറ്റമാണെന്ന് പറയുന്നതും ഒരു രാജ്യത്ത് കയറി ഒരു ഭരണകൂടത്തോട് അങ്ങനെ കാണിച്ചുകൂടാന്ന് പറയുന്നതും എല്ലാം നറേറ്റീവുകളാണ്. കൃത്യമായുള്ള വിവരമാണ് ഞാനീ പറഞ്ഞത്. ഇത് അഷ്റഫുക്കായും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം. ഇനി ബാക്കി കേട്ടോ. പ്രസംഗങ്ങളിലെയും വരികളിലെയും പ്രസ്താവനകളിലെയും കാര്യങ്ങൾ കോട്ട് ചെയ്യുക. അത് കേട്ടിട്ട് ആ വിഷയത്തെ നമ്മൾ സമഗ്രമായി വിലയിരുത്താൻ പോയി നിലപാടുകൾ സ്വീകരിച്ചാൽ അത് അബദ്ധമായിരിക്കും. എന്തിനാ അങ്ങോട്ട് മിഡിൽ ഈസ്റ്റിക്ക് പോണത്, GCCക്ക് പോണത്? ഇന്ന് പെരിന്തൽമണ്ണ അങ്ങാടിയില് ആ ജൂബിലി റോട്ടിന്റെ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്ന് കേൾക്കുക. നമ്മൾ എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായി. ആ അത്യാഹിതത്തെ സംബന്ധിച്ച് പിറ്റേ ദിവസം വാർത്തയിൽ പല വാർത്തകളാണ് വരും അല്ലേ? ഈ അങ്ങാടിയിലുള്ള നമുക്ക് തന്നെ മനസ്സിലാവൂല അതെന്താ വിഷയം. രാവിലെ നോക്കുമ്പോ മരിച്ചു കിടക്കുന്നുണ്ട്. എങ്ങനെയാ മരണപ്പെട്ടു? ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്, ചില ആൾക്കാർ പറയുന്നുണ്ട് ഇങ്ങനെയാണ്. ഇതെവിടെ നമ്മളെ മൂക്കിന്റെ മുമ്പിലുള്ള വിഷയം. അതിൽ വരെ എത്രമാത്രം നമ്മൾ കബളിപ്പിക്കപ്പെടാറുണ്ട്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ വസ്തുത പിന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ കണ്ണിന്റെ മുമ്പിലില്ലാത്ത പ്രദേശങ്ങളിൽ നടക്കുന്ന വിഷയങ്ങളുടെ ഉള്ളെന്താണെന്ന് അറിയാതെ വേഗം അതിൽ പോയി അഭിപ്രായങ്ങൾ പറയുകയും നിലപാടുകൾ പറയുകയും ചെയ്യുന്ന ഒരു രീതി ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. അതൊരിക്കലും ആ ഒരു തലത്തിലേക്ക് വിശ്വാസികൾ കടന്നു കയറാൻ പാടില്ല എന്നതാണ്. നോമ്പും പിടിച്ചുകൊണ്ട് വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. ഇവരൊക്കെയാണ് സമുദായ നേതാക്കൾ, സമുദായത്തെ നയിക്കുന്നവരാ. ഇവരെ കൺമുന്നിൽ ഇതൊക്കെ കണ്ടിട്ടും ഈ ലോകം മുഴുവൻ പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലായില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നറിയാമോ? വളരെ സേഫ് സ്റ്റാൻഡല്ലേ, വളരെ സേഫായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഗോള സയനിസ്റ്റുകളുടെ പിന്തുണ കിട്ടും, അതിൻ്റെ ഉച്ഛിഷ്ടം കിട്ടും, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. പിന്നെ ഇതിൽ ശരിയും തെറ്റും പറയാൻ പോയാൽ അപകടമുണ്ട്. എന്താണെന്നറിയാമോ? ഇപ്പോൾ ശരി ഏതാ തെറ്റേതാന്ന് പറഞ്ഞാൽ ഈ കാശ് തരുന്ന സമ്പന്നർക്ക് പോലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്, ഭരണകൂടത്തിനൊരു അഭിപ്രായമുണ്ട്, ജനങ്ങൾക്കൊരഭിപ്രായമുണ്ട്. അപ്പോൾ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ വരവ് നിൽക്കും, കറവ കുറയും, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഉഡായിപ്പിച്ച് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊരു 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 ഡേറ്റ ഇല്ലാതെ. അതുകൊണ്ട് നമുക്ക് ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾ ഇതിനെക്കുറിച്ചൊന്നുമല്ല നമുക്ക് സംസാരിക്കേണ്ടത്. ഇത് മൈക്കിനകത്തോട് ഇങ്ങനെ പറയാനൊക്കെ ഉള്ളൂ. അല്ലാതെ എഴുതുമ്പോൾ ഉണ്ടല്ലോ, ഒരാൾ മരണപ്പെട്ടു, ആ മരണപ്പെട്ട ആൾ പോരാടി മരിച്ചത് സുന്നി ഷിയ ഏറ്റുമുട്ടലല്ല. ഇപ്പോൾ ഈ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ഈ സമുദായത്തിലുള്ളവരെ ഒറ്റപ്പെടുത്താനാണെങ്കിൽ ആരുണ്ടാവും? ഈ പള്ളിക്ക് വേണ്ടി അടിയെല്ലാം ഉണ്ടാക്കി കത്തിക്കുത്തുണ്ടാക്കിയതൊക്കെ കാംനെയ്യാണോ? വല്ലവരെയും പള്ളി പിടിച്ചെടുത്തത് കാംനെയ്യാണോ? ഇതിനകത്ത് മുഴുവൻ ഫിത്നയും കുഴപ്പങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള സംഘടനയെ ആദ്യം ഒന്ന് പിളർന്നു, പിന്നെ അതിനെ നാലായിട്ട് പിളർത്തി, പിന്നെ അതിനകത്ത് വേറെ കൊണ്ടുവന്ന് ഈ കഴുത്തിന് പിടി അടി ഉണ്ടാക്കുന്നതൊക്കെ കാംനെയ്യാണോ? എന്നിട്ട് നമുക്കെല്ലാവർക്കും ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, ഡേറ്റ തെറ്റിപ്പോയാൽ മൊത്തം തെറ്റിപ്പോവും. അതുകൊണ്ട് ഡേറ്റ തെറ്റാതിരിക്കാൻ നമുക്കെല്ലാവർക്കും കൂടെ എന്തോ ചെയ്യാം, നേരെ അപ്പുറത്ത് അങ്ങാടിയിലോട്ട് ഇറങ്ങാം, എന്നിട്ടൊരു പന്തലിടാം, എന്നിട്ട് കുറച്ച് അടിമകളെ വിളിക്കാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ദേ ചുന്നിക്കാരനെല്ലാം ഇങ്ങനെ, അതുകൊണ്ട് അവനെല്ലാം ബിദിഅ, അതുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങ് ബിദ്അത്തില്ലാത്തവരാ, അതുകൊണ്ട് ഒരുമിച്ച് കൂടിക്കോ എന്ന് പറഞ്ഞ് നമുക്കെല്ലാം കൂടിയിട്ട് അതിൻ്റെ മുതലാളിയും ചെയർമാനും സെക്രട്ടറിയായിട്ടും മരിക്കുന്നത് വരെ ഇരിക്കാം. എന്തൊരു സുഖമുള്ള പണിയാണ്. ചെല്ലുമ്പോഴത്തെല്ലാം ഒരുപാട് ആൾ കാണും. ഈ കസേരയൊന്ന് ഒഴിഞ്ഞു കൊടുക്കാൻ പറയുമ്പോഴാണ് അതിൻ്റെ വിവരം അറിയുന്നത്. അന്നേരം വേറൊരു മുജാഹിദ് ഉണ്ടാവും.
പ്രസംഗിക്കുക അന്താരാഷ്ട്ര വിഷയത്തിൽ നിലപാട്, എന്നിട്ട് വേറൊരു കുറിപ്പിട്ടേക്കുന്നു, വിയോജിപ്പുണ്ട് ആരോട്? മുനവ്വർ അലി തങ്ങളോട്. അങ്ങനെ കയറി കാണിച്ചതൊക്കെ ശരിയാ, പക്ഷേ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ എന്തെല്ലാം ചരിത്രമെടുത്ത് പരിശോധിക്കാൻ. പ്രവാചകന് മൂത്താപ്പായോട് തോന്നാത്ത പണക്കമാണ്. പ്രവാചകൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുക. പ്രവാചകൻ ഒരുപാട് ഗോത്രങ്ങളിൽ വ്യത്യസ്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയുള്ള ഗോത്രത്തോടൊപ്പം വളരെ സമുന്നയത്തിൽ, സാമൂഹ്യ സമുന്നയത്തിൽ ജീവിച്ചു പോയി. ഇതിനേക്കാൾ നല്ല വൃത്തിയായിട്ട് ഞാനൊക്കെ എപ്പോഴും പിന്നെന്താ പറയുന്നത്, പരിഹസിക്കാറുള്ള റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ ഭംഗിയായിട്ട്. പുള്ളി അവകാശപ്പെടുന്നില്ല പുള്ളിക്ക് വിസ്ഡം ഉണ്ടെന്നൊക്കെ. നാണം കെട്ട വിലയിരുത്തൽ.